അപ്പം ഇന്ന് ഞങ്ങൾക്ക് ചക്ക തിന്നാനൊരു മോഹം. അപ്പോൾ ഓർത്തെന്നാ ചക്ക വേവിക്കാന്ന്. അപ്പം നമുക്കിവിടെ നാട്ടിലത്തെ പോലെ ഫ്രഷ് ഫുൾ ചക്കയൊന്നും കിട്ടൂല. അപ്പം ഇവിടെ ഇന്ത്യൻ കടയിൽ, അച്ഛൻ്റെ കടയിൽ ഇത് ഇങ്ങനെ പല കമ്പനിക്കാരുടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ ഇതെടുത്തു. അപ്പം ഇതെല്ലാം അരിഞ്ഞ് അവർ നല്ലതായിട്ടാണ് വരുന്നത്. നമ്മൾ ഇപ്പം നാട്ടിൽ അരിഞ്ഞ് കഴിഞ്ഞ് എങ്ങനെയാ അരപ്പൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയാൽ മതി. അത് കണ്ടോ? നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്ന ഇത് നമ്മൾ പാത്രത്തിലിട്ട് അങ്ങ് തിന്നാൽ മാത്രം മതി. പക്ഷെ ചക്ക ഉണ്ടാക്കുമ്പോൾ അതിനൊരു കറി വേണമല്ലോ. അപ്പം നമ്മൾ പന്നിക്കറി വെച്ചു. ഇതും സൂപ്പറായിരുന്നു കേട്ടോ. സൂപ്പറെന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. രണ്ടും കൂടെ കുഴച്ചടിക്കാൻ സൂപ്പറാ. പിന്നെ ഇതെൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ല. അമ്മ ഫുഡിൽ കുക്കിങ്ങിൻ്റെ കാര്യത്തിലാ എക്സ്പേർട്ടാ. അതുകൊണ്ട് തന്നെ ഇത് സൂപ്പറായിരുന്നു. ഞാൻ വയറ് നിറയെ കഴിച്ചു. കണ്ടോ? ഇതിങ്ങനെ അരിഞ്ഞു വന്നാന്നും പറഞ്ഞ് ഫ്രീസറിൽ ഇരിക്കുന്നതുള്ളതുകൊണ്ട് ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് കപ്പ. കപ്പ നമ്മൾ ഇതുപോലെ തന്നെ അരിഞ്ഞ് ഉണങ്ങി വരും. പക്ഷേ ഇത് നമ്മൾ വെളിയിൽ തന്നെ വെക്കാം. ഫ്രീസറിലൊന്നും വെക്കണ്ട. സൂപ്പറാ. ഇതും നമുക്ക് നാട്ടിൽ അരിഞ്ഞ് കഴിഞ്ഞ് നമ്മളെങ്ങനെയാ വേവിക്കുന്നത് അതുപോലെ അങ്ങ് വേവിച്ചാൽ മതി. പിന്നെ പന്നിക്കറി നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടാമല്ലോ. ഇത് നാളെ വെക്കാം. അത് കണ്ടോ ഒരാൾ കളിക്കുന്നത്. എന്നാ സബ്സ്ക്രൈബ്. ബൈ.